ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദനയും സംഗീത സംവിധായകൻ പലാഷ് മുച്ചലും തമ്മിലുള്ള വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും അവസാനിക്കുന്നില്ല. പലാഷ് മറ്റൊരു സ്ത്രീയുമായി നടത്തിയെന്ന് കരുതുന്ന സ്വകാര്യ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഓൺലൈനിൽ ഇപ്പോൾ വൈറലാണ്. വിവാഹം മാറ്റിവെച്ചതിന് പിന്നിൽ പലാഷിന്റെ മറ്റു ബന്ധങ്ങളാണെന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. മേരി ഡിക്കോത്ത എന്ന യുവതിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പലാഷ് മുച്ചലും മേരി ഡിക്കോത്തയും തമ്മിൽ നടത്തിയതെന്ന് കരുതുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളത്. എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും സ്ക്രീൻഷോട്ടുകളിൽ പലാഷിന്റെ പേരും ഐഡിയും ഉണ്ടായിരുന്നു. മേരി ഡിക്കോത്തയുടേത് പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. മേരി ഡിക്കോത്ത ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ ആണെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, പലാഷിന്റെയും സ്മൃതിയുടെയും വിവാഹത്തിന് നൃത്തം കൊറിയോഗ്രാഫി ചെയ്യാൻ ചുമതല ഇവർക്കായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വിവാഹത്തിന് മുൻപുള്ള ആഘോഷത്തിനിടെ സ്മൃതിയുടെ കുടുംബത്തിലെ ആരെങ്കിലും ഈ ചാറ്റുകൾ കണ്ടിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ. സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസിന് പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകാൻ കാരണം ഇതാണെന്നും പറയപ്പെടുന്നുണ്ട്. സ്ക്രീൻഷോട്ടുകൾ ആദ്യം പങ്കിട്ട യഥാർത്ഥ റെഡിറ്റ് ത്രെഡ് ഇതിനകം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും പ്രചരിക്കുകയാണ്. എങ്കിലും ഇക്കാര്യത്തിൽ സ്മൃതിയോ പലാഷോ ഇവരുടെ കുടുംബാംഗങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സ്മൃതിയും പലാഷുമായുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയായിരുന്നു സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ദനയ്ക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അച്ഛൻ അടുത്തില്ലാതെ വിവാഹം നടത്തേണ്ടെന്ന് സ്മൃതി നിലപാടെടുത്തതോടെയാണ് വിവാഹം മാറ്റിവെച്ചത്. പിന്നാലെ വിവാഹവുമായി ബന്ധപ്പെട്ടതും ഇരുവരും ഒരുമിച്ചുള്ളതുമായ ചിത്രങ്ങളും വീഡിയോകളും സ്മൃതി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. 2019 സ്മൃതിയും സംഗീത സംവിധായകനായ പലാഷും തമ്മിൽ പ്രണയത്തിലായത്. 2024 വരെ ഇരുവരും സ്വകാര്യമായി സൂക്ഷിച്ച പ്രണയം കഴിഞ്ഞ വർഷമാണ് പരസ്യമാക്കിയത്.